Hello friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഐ എം ശ്രീകുട്ടി അരുൺ, യുഎസിൽ സെറ്റിൽഡ് ആണ്, നാട്ടിൽ തൃശ്ശൂരാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ജീരക കോഴി അല്ലെങ്കിൽ മരുന്ന് കോഴി എന്നൊക്കെ പറയും. എനിക്കറിയില്ല ഇത് എല്ലാ നാട്ടിലും ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണോ എന്ന്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് മരുന്ന് കോഴി ഉണ്ടാക്കാൻ വേണ്ടത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓയിലെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വറ്റൽമുളകും ഒന്ന് നടുമുറിച്ചത് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ കടുക് ചേർക്കാൻ പാടുള്ളൂ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 2 വലിയ ഉള്ളി ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മളിതിൽ അരപ്പിൽ മുഴുവൻ മല്ലി ഓൾറെഡി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസിൻ്റെ എല്ലാം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ല പാകമായി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇവിടെ കിട്ടുന്ന ചിക്കനെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ചിക്കൻ കുക്കായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നാളികേരം ഇത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പ് എടുത്താലും മതി. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ കറിയിലെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ജീരകത്തിൻ്റെയും മല്ലിയുടെയും കുരുമുളകിൻ്റെയാണ്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം. നമ്മൾ ഈ നാളികേരത്തിൽ ചേർത്തിരിക്കുന്ന മുഴുവൻ മല്ലിയുടെയും ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു പച്ച കുത്ത് മാറിയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതൊരു പാകമായിട്ട് വരുന്ന വരെ നമുക്കൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് നമുക്ക് എത്ര വേണോ അത്രയും ചാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ അധികം ആളുകളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തിക്കായിട്ട് കറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും ആ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കറി മൂടി വയ്ക്കാം. ഈ ടൈമിൽ പച്ചമുളക് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇതൊരു കോക്കനട്ട് ഇട്ടുള്ള വേർഷനാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഇത് കോക്കനട്ട് ഇല്ലാതെയും ചെയ്യാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.